അന്ന് കാനായിലെ കല്യാണ വീട്ടിൽ വെച്ച് കൽഭരണികളിൽ നിറഞ്ഞു തുളുമ്പിയ പച്ചവെള്ളം വീഞ്ഞാക്കി മാറ്റിയ യേശുനാഥൻ ആ കുടുംബത്തിൽ ആനന്ദത്തിൻ്റെ ലഹരി പകർന്നു നൽകി. ഇന്ന് ലോകത്തിൻ്റെ ലഹരി തേടി ജീവിത വ്യഗ്രതയോടെ അലയുന്ന വ്യക്തിജീവിതങ്ങളും കുടുംബങ്ങളും അവരുടെ ഹൃദയത്തിൽ സ്വർഗത്തിൻ്റെ ലഹരി നിറയ്ക്കാൻ ദൈവവചനം നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന കൽഭരണികളായി ചില അമൂല്യ ജീവിതങ്ങൾ. ഒരിക്കൽ ലോകത്തിൻ്റെ ലഹരി പകർന്നു നൽകിയിരുന്ന അവരുടെ ജീവിതങ്ങൾ ഇന്ന് യേശുവിൻ്റെ വചനം വിളമ്പുന്ന കൽഭരണികളായി മാറിയിരിക്കുന്നു. ജോയി എഴുതുകയാണ് തൻ്റെ ജീവിത കഥ. അനേകം ജീവിതങ്ങളെ ബാർ വ്യവസായത്തിലൂടെ മദ്യത്തിൻ്റെ അടിമത്തത്തിലേക്ക് തള്ളി വീഴ്ത്തിയ തൻ്റെ ഭൂതകാലത്തിൻ്റെ പാപദംശനമേറ്റ ഓർമ്മകൾ. പിന്നീട് ജീവിതത്തിൻ്റെ ഇരുൾ വീണ വഴിത്താരയിൽ വെച്ച് വചനവിളക്കുമായി ഒപ്പം ചേർന്ന സഹയാത്രികനായ ക്രിസ്തു തന്നെ രൂപാന്തരപ്പെടുത്തിയതിൻ്റെ മധുരസ്മരണകൾ. കോട്ടയത്ത് നാഗമ്പടത്തുള്ള വിശുദ്ധ അന്തോനീസിൻ്റെ തിരുശേഷിപ്പ് തീർത്ഥാടന കേന്ദ്രത്തിലെ ഒരു ചൊവ്വാഴ്ച സായാഹ്നമാണിത്. ദൈവസന്നിധിയിൽ ആയിരങ്ങൾ വന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചിട്ട് മടങ്ങിയ ഒരു സായാഹ്നം. 2011 മുതൽ പ്രഭാതത്തിൽ 4 മണിക്ക് ആരംഭിക്കുന്ന ശുശ്രൂഷകൾ വൈകുന്നേരം 10-10:30 മണിയോടുകൂടിയാണ് സമാപിക്കാറ്. ദേശത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് ദുഃഖിതരും പീഡിതരും വേദനിക്കുന്നവരും രോഗികളുമായിട്ടുള്ള അനേകർ കർത്താവിൻ്റെ സന്നിധിയിൽ രക്ഷയ്ക്ക് വേണ്ടി കടന്നു വരുന്ന ഒരിടം. അനേകം വൈദികർ ആത്മാവിൽ നിറഞ്ഞ് ശുശ്രൂഷ ചെയ്യുന്ന 40-ലധികം വൈദികർ, വിവിധ റീത്തുകളിൽപ്പെട്ടവർ, സന്യാസ സഭകളിൽപ്പെട്ടവർ ഒന്നിച്ചുകൂടി ആത്മാവിൽ നിറഞ്ഞ് ദൈവമക്കൾക്ക് വേണ്ടി കത്തിയെരിയുന്ന ഒരു ശുശ്രൂഷ വിശുദ്ധ അന്തോനീസിൻ്റെ തിരുശേഷിപ്പ് തീർത്ഥാടന കേന്ദ്രത്തിൽ കോട്ടയത്ത് നടക്കുന്നത്. ഈ ശുശ്രൂഷകൾ കരയിച്ചിലിന് ദൈവാഭിഷേകമുണ്ട് എന്നതിൻ്റെ തെളിവാണ്. നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ ദൈവസന്നിധിയിലെത്തും എന്നതിൻ്റെ തെളിവാണ് ഈ ശുശ്രൂഷകൾ. 10,000 വന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. ഏകദേശം 1,00,000-ലധികം മക്കൾ ഓരോ ചൊവ്വാഴ്ചയും ഈ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. ഇത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. ഒരു വ്യക്തിയുടെ പ്രവർത്തനമല്ല, ഏതാനും വ്യക്തികളുടെ പ്രവർത്തനമല്ല. ഇത് ദൈവ ശുശ്രൂഷയാണ്. ദൈവം മക്കൾക്ക് എന്തൊക്കെ വാരിക്കൊരി കൊടുക്കാൻ ആഗ്രഹിക്കുന്നുവോ അത് തൻ്റെ ശുശ്രൂഷകരിലൂടെ അവിടുന്ന് നൽകുകയാണ്. പ്രഭാതം മുതൽ പ്രദോഷം വരെ നാനാജാതി മതസ്ഥർ വരുമ്പോൾ അവർ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ കരുണയുടെ നാഥൻ്റെ തിരിക്കരങ്ങളിൽ ഇവിടെ സംരക്ഷണം നേടുകയാണ്.
അനേകം മക്കൾ സൗഖ്യപ്പെടുന്നതായിട്ട് സാക്ഷ്യപ്പെടുന്നു. അനേകം കുടുംബങ്ങളിലേക്ക് സമാധാനം കടന്നു വരുന്നു. ഈ ശുശ്രൂഷകളിൽ ഏതാണ്ട് 150-ലധികം ആത്മായ ശുശ്രൂഷകർ സഹകരിച്ചു കൊണ്ടിരിക്കുക. ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ജോയിച്ചനെ പരിചയപ്പെടുത്തുന്നത്. ഇവിടുത്തെ മധ്യസ്ഥ പ്രാർത്ഥന ഈ ശുശ്രൂഷകളിലൊക്കെ നട്ടെല്ലാണ്. ദൈവസന്നിധിയിൽ നിന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുന്ന, ദിവ്യകാരുണ്യ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ആ മക്കളുടെ പ്രാർത്ഥന അനേകരുടെ മേൽ അഭിഷേകമായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ പെരുമഴയായിട്ട് പെയ്തിറങ്ങുന്നു. ജോയിച്ചനെ ഞാൻ പരിചയപ്പെടുക ഏതാണ്ട് 3 വർഷങ്ങൾക്ക് മുമ്പാണ്. അന്ന് മുതൽ വളരെ അടുത്ത ബന്ധമുണ്ട്. അദ്ദേഹം എന്നെ ഒരുപാട് പ്രചോദിപ്പിക്കുന്ന ഒരു മനുഷ്യനാണ്. വലിയൊരു മദ്യ വ്യവസായിയായിരുന്നു. വലിയ മദ്യ റേഞ്ചുകൾ പിടിച്ച് നടത്തിയിരുന്ന വ്യക്തി. ഒരു ദിവസം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഇദ്ദേഹത്തിന് കിട്ടുക. രോഗക്കിടക്കയിലെത്തി, മരണക്കിടക്കയിലെത്തി, മരിച്ചു പോകുമെന്നുള്ള അവസ്ഥയിൽ മനുഷ്യൻ പറഞ്ഞു, കർത്താവേ, ജോയിച്ചേട്ടൻ പറഞ്ഞു, ഞാൻ വിട്ടുതരിക, എൻ്റെ ജീവിതം വിട്ടുതരിക, ഇനി നിൻ്റെ ശുശ്രൂഷകനാ. ആ നിമിഷം ശരീരത്തിൻ്റെ മഞ്ഞ നിറം മാറി, കയറിയിരുന്ന മരണം മാറിക്കൊടുത്തു, ജീവൻ അദ്ദേഹത്തിലേക്ക് കടന്നു. അന്ന് മുതൽ ഇന്ന് വരെ ദൈവശുശ്രൂഷയുമായിട്ട് ജോയിച്ചൻ ഇറങ്ങിയിരിക്കുക. ഇവിടുത്തെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് അദ്ദേഹം നേതൃത്വം വഹിക്കുന്നു. എന്നോട് പറഞ്ഞൊരു വാക്യം ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. എനിക്ക് ബാങ്ക് ബാലൻസ് ഇല്ല, എനിക്ക് FD ഇല്ല, എനിക്ക് ദൈവം മാത്രം. ഈ ദൈവസ്നേഹത്തെ പ്രതി കോട്ടയം മുഴുവൻ, ഈ കോട്ടയം പ്രദേശം മുഴുവൻ, ഈ ദേശം മുഴുവൻ ഓടി നടക്കുന്ന ഒരു ദൈവ ശുശ്രൂഷകനാണ്. പരിശുദ്ധാത്മാവിനെ കൂടാതെ ആർക്കും ഈ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് സാധിക്കത്തില്ല. മദ്യത്തിൻ്റെ അരൂപിയല്ല, പരിശുദ്ധാത്മാവിൻ്റെ അരൂപിയാണ് കൂടുതൽ ശക്തം. മദ്യത്തിൻ്റെ ദുരാത്മാവിനെ വിട്ടുപേക്ഷിക്കുന്നവർ വലിയ കൃപ കൊണ്ട് നിറയും എന്ന ഈ ജോയിച്ചൻ സാക്ഷ്യപ്പെടുത്തുക. ജീവിതത്തിൽ മുഴുവൻ അനുഗ്രഹമാകുക. പ്രാർത്ഥിക്കുന്ന ജീവിത പങ്കാളി, മക്കളെല്ലാം അനുഗ്രഹിക്കപ്പെടുക. എന്ത് ഉള്ളിൽ കാണുന്നുവോ അതെല്ലാം ദൈവം സാധിച്ചു കൊടുക്കുക. ഇത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. ഇത് അനേകം വ്യക്തികളുടെ അടുക്കൽ ചെന്ന് ഈ സാക്ഷ്യം കൊടുക്കുവാനായിട്ട് ജോയിച്ചന് കഴിയുക. അനേകരുടെ മുമ്പിൽ ഒരുപക്ഷെ എനിക്ക് ഒരുപാട് പ്രചോദനമായിട്ട്, എന്ന മദ്യത്തെപ്പറ്റി ഞാൻ സംസാരിക്കുന്നുവോ അന്ന് എനിക്കൊരു ഒരുമാതിരി പ്രചോദനമായിട്ട്, ഒരുപാട് പ്രചോദനമായി മാറുന്നത് ജോയിച്ചൻ്റെ വാക്കുകൾ. തീഷ്ണതയുള്ള ജീവിതം, ഇനി ആരും നശിച്ചു പോകാൻ പാടില്ല എന്നൊരു തീഷ്ണത, എല്ലാവരും ആത്മാവിനാൽ നിറയണമെന്ന ഒരു തീഷ്ണത, മദ്യം വിൽക്കുന്നവർ നാശത്തിലേക്കാണ് പോകുന്നത് എന്ന മുന്നറിയിപ്പ്, മദ്യം വിൽക്കുന്നവർ വില കൊടുത്ത് വാങ്ങിക്കുന്നത് മരണമാണ്, ശാപമാണ്, തലമുറകളിലേക്ക് കടക്കുന്ന ദുരിതമാണ് ഈ മദ്യ വ്യവസായികൾ വാങ്ങിക്കുന്നത് എന്ന് ഓരോ കുടുംബത്തിലും ഓരോ വ്യക്തിയുടെ മുമ്പിൽ ചെന്ന് പറയാനുള്ള ധാർഷ്ട്യം, ആ ഒരു ധൈര്യം അത് പരിശുദ്ധാത്മാവ് ജോയിച്ചന് കൊടുക്കുക. മദ്യപാനികളെ കണ്ടുമുട്ടി അവർക്ക് മാനസാന്തരം കൊടുക്കുക. ഈ ശുശ്രൂഷാ കേന്ദ്രത്തിൽ അനേകം ദൈവമക്കൾ വന്ന് മദ്യപാനം ഉപേക്ഷിക്കുന്നതായിട്ട് കാണാറുണ്ട്. പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ് ഒരു മാറ്റം വരുന്നത്. ഇതൊരു സാമൂഹിക മാറ്റമല്ല, ഇതൊരു ആത്മീയ മാറ്റമാണ്. മദ്യം ഉപേക്ഷിക്കുക എന്നുള്ളത് ഒരു ആത്മീയ മാറ്റമാണ്. ഇവിടെ അനേകം വ്യക്തികളെ സാക്ഷ്യപ്പെടുത്തിയ ഒരു കാര്യമാണ്. മദ്യപാനിയായ ജീവിത പങ്കാളിയുടെ മാനസാന്തരത്തിന് വേണ്ടി വർഷങ്ങൾ ഉപവസിച്ച അമ്മമാരും ഭാര്യമാരും ഈ സമയത്ത് എൻ്റെ മനസ്സിലേക്ക് തെളിഞ്ഞു വരുന്നുണ്ട്. പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ മദ്യത്തിൻ്റെ ദുരാത്മാവ് വിട്ടുപോകും. ഈ മദ്യം വിട്ടുകഴിഞ്ഞാൽ സമ്പത്തില്ലാതാവുകയില്ല, സമൃദ്ധി ഉണ്ടാവുകയാണ്, സുരക്ഷിതമുണ്ടാവുകയാണ്. ജോയിച്ചൻ സാക്ഷ്യപ്പെടുത്താറുണ്ട്, ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടില്ല, ഞാൻ പിന്നീട് ഒരിക്കലും ഹോസ്പിറ്റലിൽ കിടന്നിട്ടില്ല, എനിക്കൊരു ചെറിയ പനി വന്നിട്ടില്ല. ദൈവാത്മാവുള്ളവർക്ക് പനി വരികയില്ല, ദൈവാത്മാവുള്ളവർ ക്ഷീണിക്കുകയില്ല, ദൈവാത്മാവുള്ളവർക്ക് കടബാധ്യതകൾ വരില്ല. സമൃദ്ധിയിൽ നിന്ന് സമൃദ്ധിയിലേക്കാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ കാറിലാണ് സഞ്ചരിക്കുന്നത്, മരുമോൻ വാങ്ങിച്ചു കൊടുത്ത കാറ്, നല്ലൊരു ഭവനത്തിലാണ് കോട്ടയം ടൗണിൽ താമസിക്കുന്നത്, ദൈവം കൊടുത്തൊരു വീട്, എല്ലാം നന്മയായിട്ട് മാറ്റുന്ന ദൈവം. പ്രിയപ്പെട്ടവരെ, ഈ പ്രോഗ്രാം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ജോയിച്ചനെ പറ്റി സാക്ഷ്യപ്പെടുത്തുക. എൻ്റെ സാക്ഷ്യം സത്യമാണെന്ന് എനിക്കറിയാം. ആ മകൻ്റെ ജീവിതം അടുത്തു നിന്ന് കാണുന്ന വ്യക്തിയാണ്. ആ മകനെ ഉയർത്തിയെങ്കിൽ ആ മകൻ കള്ള് വ്യവസായം നിർത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സമൃദ്ധി തന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ കുറവുണ്ടെങ്കിൽ, നിങ്ങളൊരു കള്ള് വ്യവസായി ആണെങ്കിൽ, മദ്യം വിൽക്കുന്നവരാണെങ്കിൽ, മദ്യം എടുത്തു കൊടുക്കുന്നവരാണെങ്കിൽ ഇന്നത് നിർത്തുക. യേശു നാമത്തിൽ പറയുകയാണ്, നിൻ്റെ ജീവിതത്തിലേക്ക് സമൃദ്ധി വരാൻ പോകുന്നു. ദൈവ പൈതലെ, നിൻ്റെ ജീവിതത്തിലേക്ക് അനുഗ്രഹം കടന്നു വരാൻ പോകുന്നു. ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിലേക്ക് ഏതെങ്കിലും മദ്യപാനികൾ ഈ ശുശ്രൂഷ, ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവർ ഈ സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നിലേക്ക് കടന്നു വരട്ടെ. മദ്യാസക്തി നിന്നിൽ നിന്ന് കടന്നു പോകട്ടെ. ജോയിച്ചനെ പോലെ അനേകം സാക്ഷികൾ ഇവിടെ ഉയരുമ്പോൾ, ഒരു ആത്മീയ ശുശ്രൂഷ തന്നെ മദ്യത്തിനെതിരായിട്ട് ഉയരുമ്പോൾ ഈ ദേശത്തുനിന്ന് മദ്യ ബിസിനസ്സുകൾ തീരും. ദൈവത്തിൻ്റെ ആത്മാവ് നിറഞ്ഞു നിൽക്കുന്ന ഒരു ദേശമായിട്ട് ഈ ദേശം തീരും. മദ്യത്തിൻ്റെ ദുരാത്മാവിനെ ആട്ടിയോടിക്കുവാൻ പൗരോഹിത്യ അധികാരം ഉപയോഗിച്ചുകൊണ്ട് യേശുനാമത്തിൽ ഞാൻ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. മദ്യപാനം മൂലം തകരുന്ന കുടുംബങ്ങൾ, മദ്യപാനം മൂലം തകരുന്ന വ്യക്തികൾ, മദ്യപാനം മൂലം തകരുന്ന ജീവിതങ്ങൾ ഈ നിമിഷം യേശുവിൻ്റെ തിരുക്കുരിശിനാൽ, യേശുവിൻ്റെ കരുണയാൽ വീണ്ടെടുക്കപ്പെടട്ടെ. എല്ലാ മദ്യത്തിൻ്റെ ദുരാത്മാക്കളും ഈ ദേശത്തു നിന്ന്, ഇത് കേട്ടുകൊണ്ടിരുന്ന വ്യക്തികളിൽ നിന്ന്, കുടുംബങ്ങളിൽ നിന്ന് വിട്ടൊഴിഞ്ഞു പോകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. തൻ്റെ ജീവിതാനുഭവങ്ങളും ദൈവാനുഭവങ്ങളും അനേകരുടെ ജീവിതത്തിലേക്ക് പകർന്നു നൽകാൻ ജോയ് ഇന്ന് സദാ സന്നദ്ധനാണ്.
അനേകം ധ്യാന കേന്ദ്രങ്ങളിലും പ്രാർത്ഥനാ ഗ്രൂപ്പുകളിലും കുടുംബങ്ങളിലും കടന്നുചെന്ന് തൻ്റെ ദൈവാനുഭവം പങ്കുവയ്ക്കുവാനും മദ്യവ്യവസായത്തിൻ്റെയും മദ്യപാനത്തിൻ്റെയും ദൂഷ്യവശങ്ങൾ പങ്കുവയ്ക്കുവാനും ജോയ് സമയം നീക്കിവെക്കുന്നു. 2004 തിരുനക്കര മൈതാനത്ത് വെച്ച് ഒരു കൺവെൻഷൻ നടന്നു. ആ കൺവെൻഷനിൽ വെച്ചാണ് ഞാനും ജോയിച്ചേട്ടനുണ്ട് കണ്ടുമുട്ടുന്നത്. ഞാനുണ്ട്, ജോയിച്ചേട്ടനുണ്ട്, അരവിന്ദാക്ഷ മേനോനുണ്ട്. അപ്പം അന്നത്തെ ആ കൺവെൻഷൻ്റെ മുഴുവൻ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ജോയിച്ചേട്ടനായിരുന്നു. അതോടുകൂടി അന്നത്തെ ഞങ്ങളുടെ കോട്ടയം സോണിൻ്റെ ആനിമേറ്ററായിട്ടിരിക്കുന്ന ജോസ് കുറുപ്പന്തിരാജനാണ് തുവാൻസ ധ്യാനമന്ദിര ഡയറക്ടർ. ഞാൻ അവിടുത്തെ മുനിസിപ്പാലിറ്റി ലീഡറുമായിരുന്നു. അങ്ങനെയാണ് ഇവിടെ വന്നു കഴിഞ്ഞ് ജോയിച്ചേട്ടനൊക്കെ ആയിട്ട് പരിചയപ്പെടാനുള്ള കാരണം. ജോയിച്ചേട്ടനായിട്ട് ഒരു ദിവസം എൻ്റെ കടയിലേക്ക് വരാമെന്ന് ഞാൻ കടയിൽ ചെന്നു. അപ്പോൾ എനിക്ക് ഒത്തിരി ആഗ്രഹം പുള്ളിയോട് കുറഞ്ഞൊന്ന് പരിചയപ്പെടണം തന്നെ. അവിടെ ചെന്ന് പുള്ളിയോട് എന്തൊക്കെയാണ് ഇങ്ങനെ വരാനുള്ള കാരണം ചോദിച്ചപ്പം പുള്ളിയുടെ ബാക്കി ഹിസ്റ്ററിയൊക്കെ പറഞ്ഞു. നേരത്തെ ഷാപ്പ് കോൺട്രാക്ടറായിരുന്നു, ബാർ ഹോട്ടലുണ്ടായിരുന്നു, ഷാപ്പുകളൊക്കെ റേഞ്ച് അടച്ച് പിടിക്കുമായിരുന്നു, ബ്രാൻഡിക്കടൽ പിടിക്കുമായിരുന്നു. അത് അപ്പന്മാരായിട്ട് ഉണ്ട്. അത് കഴിഞ്ഞ് പുള്ളി ചെറുപ്പം കാലം മുതലേ ഇങ്ങനെയൊക്കെ നടന്നു, അവരെയൊക്കെ കൂടെയൊക്കെ പോവുകയൊക്കെ ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞ് പുള്ളി ഇതങ്ങ് തുടങ്ങി ഏറ്റെടുത്ത് നടക്കാമെന്നൊക്കെ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അതൊക്കെ സംഭവിച്ചു. ഇത് നിർത്താനുണ്ടായ കാരണം എന്താ? അത് വലിയ ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞു. എന്നാന്ന് ചോദിച്ചാൽ ഞാൻ നിർത്താനുണ്ടായ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒരിക്കൽ എൻ്റെ അമ്മയും എൻ്റെ ജീവിത പങ്കാളി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അവരൊരിക്കൽ പോയി ധ്യാനം കൂടിയിട്ട് വന്നു. ചോദിച്ചാലും പോയി ഒരു ധ്യാനം കൂടാതെ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. പുള്ളിക്ക് അതൊന്നേരം ഒട്ടും താല്പര്യമില്ല അതിനോടൊന്നും. ഇതൊക്കെ എന്നാ അവരൊക്കെ അതൊക്കെ വിളിച്ച് പറഞ്ഞുള്ളതല്ലാതുണ്ട്. ഏതായിരുന്നാലും പുള്ളിക്കാർ ജോയിച്ചേട്ടനോട് പറഞ്ഞത്, ജീവിത പങ്കാളി മെഴുകുതിരി കത്തിച്ച് കെടാവിളക്കായിട്ട് കത്തിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ ഫലമാണ് ഒരു സുപ്രഭാതത്തിൽ ധ്യാനം കൂടാനുണ്ടായ കാരണം. അത് കഴിഞ്ഞ് പുള്ളിയും കൂടെ ഈ കസ്മാറ്റിക്കിലൂടെ പയ്യെ കടന്നു വരുമ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ഒരു കൺവെൻഷൻ, മെയിൻ പുള്ളിയുടെ ചുമതല കൺവെൻഷൻ നടത്തുക എന്നുള്ളതാണ്. ആരുടെ കൺവെൻഷൻ, കോട്ടയത്ത് കൺവെൻഷൻ വെക്കുന്നുണ്ട്, ഏത് കൺവെൻഷൻ വെക്കാനും പുള്ളി മുൻപന്തിയിലുണ്ട്. അതിന് പുള്ളി വേറെ ആരും വേണ്ട. ഞാൻ ഒരു ഭാഗം കാണുന്നത് പുള്ളിക്കൊരു മൊബൈൽ ഫോൺ മതി. പുള്ളി ആരെ വിളിച്ചാലും മന്നൽകാരനാരങ്ങളോ എന്തായാലും കൊള്ളാം, റെഡി അവിടെയുണ്ട്, ഒന്നും അറിയണ്ട, ആരും ഒന്നും അറിയണ്ട. അങ്ങനെ ആ ഒരു രീതി ഞാൻ പോകുന്നുണ്ട്. ഇന്ന് വരെ ഞങ്ങൾ തുറന്നുകൊണ്ടിരിക്കുക. വേറൊരു ഗുണം അദ്ദേഹത്തിൽ കാണുന്നത്, ഒരു ലാഭേച്ഛ ഇല്ലാതെ കണ്ട് ഒരു ശുശ്രൂഷ ചെയ്യുന്നൊരു മകനാണ്. പുള്ളിക്ക് ആരുടെ ഒന്നും വേണ്ടതാനും പുള്ളിയെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നിടത്തോളം പുള്ളി അങ്ങ് ചെയ്യും. പക്ഷേ ഒരു വ്യക്തിയുടെ കുറ്റം പറയുന്നത് പുള്ളിക്ക് ഇഷ്ടമല്ല. ആര് കുറ്റം പറഞ്ഞാലും പുള്ളി ഇതിലെ കേൾക്കും, ഇതിലങ്ങ് വിടുന്ന സ്വഭാവം ഞാൻ കണ്ടിരിക്കുന്നത്. എന്നോടും പറയും, ആരെന്ത് പറഞ്ഞാൽ നമുക്ക് എന്നാ പാട്. ഞാനും ആ ഒരു രീതി അങ്ങനെ ജോയിച്ചേട്ടനും ഞാൻ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. കാരണം ഈ ഒരു അങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ കുറ്റമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ജോയിച്ചേട്ടനോട് കൂടെ പിന്നെ ഞാനും കുറ്റം പറഞ്ഞു നിന്നു. ഇപ്പം നമ്മൾ ഏത് മനുഷ്യനെ നോക്കിയിരുന്നാലും എല്ലാ വ്യക്തിയിലും ഈശ്വര ചൈതന്യമുണ്ട്, അതോടൊപ്പം തന്നെ അന്ധകാരത്തിൻ്റെയുണ്ട്. നമ്മൾ ആ പ്രകാശത്തിലേക്ക് മാത്രം നോക്കിയാൽ പോരെ. ആ ഒരു രീതിയിൽ കൂടെയാണ് ജോയിച്ചേട്ടൻ്റെ പോക്ക്. ദൈവസ്നേഹം സഹോദര സ്നേഹമായി രൂപാന്തരപ്പെടുത്തി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ജോയ് തൻ്റെ ശ്രദ്ധ പതിപ്പിക്കുമ്പോൾ പുത്തനങ്ങാടിയിലെ മാർ തെയോഫിലസ് സ്നേഹാശ്രമത്തിലെ അധികാരികൾക്കും അന്തേവാസികൾക്കും ജോയ് തങ്ങളുടെ ഇഷ്ട സഹോദരനായി മാറുകയാണ്. 2011 ജനുവരി മാസത്തിലാണ് ഞാൻ ജോയ് ചേട്ടനുമായിട്ട് പരിചയത്തിലാകുന്നത്. അതിനുള്ള കാരണം KCM-ഉമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുവാൻ എനിക്കും ഒരവസരം കിട്ടിയത് കൊണ്ടാണ്. അദ്ദേഹം KCM-ൻ്റെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്നു. ആ വർഷം തന്നെ എന്നെ KCM-ൻ്റെ വൈസ് പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കുകയും ചെയ്തു. ഈ സ്ഥാപനത്തെപ്പറ്റി ജോയ് ചേട്ടനുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ആശയവും എൻ്റെ ആശയവും കൂടെ പൊരുത്തപ്പെട്ടു പോകുന്നത് കൊണ്ടും വളരെ സന്തോഷത്തോടു കൂടി ആ സമയം മുതൽ ഈ ശുശ്രൂഷയിൽ അദ്ദേഹം പങ്കുചേരുന്നുണ്ട്. ഇവിടുത്തെ അമ്മമാർക്ക് വേണ്ടതായ ഭക്ഷണ സാധനങ്ങൾ, അതുപോലെ തന്നെ മരുന്ന്, വസ്ത്രം, മറ്റ് ഇൻഫ്രാസ്ട്രക്ചറുകളുടെ ക്രമീകരണം, ഇവയിലൊക്കെ ജോയ് ചേട്ടൻ സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന് കോട്ടയത്ത് നേരത്തെ ഉണ്ടായിരുന്നതായ വ്യവസായത്തിൻ്റെ ആ പശ്ചാത്തലത്തിൽ വലിയ ഒരു ബന്ധം ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു സത്യമാണ്. അദ്ദേഹം ഇന്ന് അതിൽ നിന്നും പിന്തിരിയുമ്പോൾ അന്നുണ്ടായിരുന്നതായ സാമ്പത്തികത്തിൽ നിന്നും 1% പോലും പിന്നിലേക്ക് പോകാതെ യാതൊരു ടെൻഷനോ
പ്രശ്നങ്ങളോ ഇല്ലാതെ ദൈവകൃപയിൽ അദ്ദേഹം അനുദിനം അഭിവൃദ്ധിയിൽ നിന്ന് അഭിവൃദ്ധിയിലേക്ക് തൻ്റെ സ്ഥാപനവും അതുപോലെ തന്നെ കുടുംബവും വളരുമ്പോൾ അദ്ദേഹം കോട്ടയത്തിന് വലിയൊരു സാക്ഷ്യമാണ്. എൻ്റെ പേര് സിസ്റ്റർ അനീറ്റ. ഞാൻ സ്നേഹഭവനിലെ ഇൻചാർജ് സിസ്റ്ററാണ്. ഞാനിവിടെ വന്നിട്ട് 2013 മെയ് മാസത്തിൽ വന്നതാണ്. ആ മാസം തൊട്ട് എനിക്ക് ഈ ജോയിച്ചേട്ടനെ നല്ല പരിചയമുണ്ട്. ജോയിച്ചേട്ടൻ ഈ ഭവനത്തിൽ വരികയും ഞങ്ങളുടെ കൂടെ ജോയിച്ചേട്ടൻ വളരെ അധികം കാരുണ്യ പ്രവൃത്തികളിലേക്ക്, അതായത് അമ്മച്ചിമാരെയൊക്കെ ഒന്ന് എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ പല പ്രാവശ്യം വരികയും ഒക്കെ ചെയ്യാറുണ്ട്. പിന്നെ ഞങ്ങളുടെ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ ജോയിച്ചേട്ടൻ പങ്കെടുക്കാറുണ്ട്. ഞങ്ങളുടെ ഈ ഭവനത്തെക്കുറിച്ച്, ജോയിച്ചേട്ടനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഈ ഭവനത്തെ കൂട്ടിച്ചേർത്ത് പറയുകയാണെങ്കിൽ ജോയിച്ചേട്ടൻ വളരെയധികം കാരുണ്യ പ്രവൃത്തി ചെയ്യാൻ തൽപരനായ ഒരു വ്യക്തിയാണ്. ജോയിച്ചേട്ടൻ ഞങ്ങളുടെ ഈ ഭവനത്തെക്കുറിച്ച് പല സ്ഥലങ്ങളിലും പലരോടും സംസാരിക്കുകയും ഞങ്ങൾക്ക് ആവശ്യമായ പല സഹായങ്ങളും അവരിൽ നിന്ന് ഞങ്ങൾക്ക് വാങ്ങിത്തന്നിട്ടുണ്ട്. മദ്യവ്യവസായം അവസാനിപ്പിക്കുമ്പോഴുണ്ടാകുന്ന ഭീമമായ സാമ്പത്തിക നഷ്ടം ഒട്ടും കണക്കിലെടുക്കാതെ ജോയ് മുന്നോട്ട് നീങ്ങിയപ്പോൾ പുതിയൊരു ജീവിത മാർഗം ഒരുക്കി നൽകി ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. മനോഹരമായ ഒരു ഓഫീസും വിശ്വസ്തരായ ജോലിക്കാരും അദ്ദേഹത്തിൻ്റെ എളിയ പദ്ധതികളെ ഉന്നതിയിലെത്തിച്ചു. ഈ 10-40 വർഷമായിട്ട് ഞങ്ങൾ ഈ മദ്യം വ്യാപാരമായിട്ട് നടന്ന ഒരു എക്സ്പീരിയൻസൊക്കെ വെച്ച് പലരും എന്നോട് പറയും നമുക്ക് തിരിച്ചു പോകാം, വീണ്ടും തുടങ്ങാമെന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് വരികയും സമീപിക്കുകയും അതുപോലെ തന്നെ നിങ്ങളുടെ ലീഗൽ അഡ്വൈസ് മതി, എൻ്റെ കൂടെ നിന്നാൽ മതി, വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ടെന്ന് പറഞ്ഞാലും ഞാൻ പറയും ഇനി ഈ മദ്യത്തിൻ്റെ ദുരന്തം ഞങ്ങൾ കേരളത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും കള്ളും ചേറായും ബ്രാൻഡിയും ബാർ ഹോട്ടലെല്ലാം നടത്തി ഒരുപാട് എക്സ്പീരിയൻസും ഒരുപാട് പേരുടെ തകർച്ചകളും ഒരുപാട് കുടുംബങ്ങളിലെ പ്രശ്നങ്ങളെല്ലാം കണ്ട സ്ഥിതിക്ക് ഒരു കാരണവശാലും ഇനി ഞാൻ ഇല്ലയെന്ന് പറഞ്ഞ് ഞാൻ അപ്പോൾ ബൈബിൾ എടുത്ത് 2 അധ്യായമൊക്കെ വായിച്ച് കർത്താവിനോട് പ്രാർത്ഥിച്ച് ചോദിക്കും എന്താ, അപ്പോൾ കർത്താവിന് ഉത്തരം തരും. നിന്നെ ഏൽപ്പിച്ച ജോലി നീ എനിക്ക് വേണ്ടി തുടരുക എന്നുള്ള ഒരു വലിയ മെസ്സേജാണ് എനിക്ക് എപ്പോഴും വന്നുകൊണ്ടിരുന്നത്. അതനുസരിച്ച് എനിക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ ഒരു ഇതെന്ന് വെച്ചാൽ ഈ വിജാതീയ മക്കൾ, അതുപോലെ തന്നെ ഇത് ദൈവവചനം കേൾക്കാത്തവരും അറിയാത്തവരും മനസ്സിലാക്കാത്ത ഒരുപാട് സമൂഹം ഈ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട്. അവർക്കെല്ലാം വചനം കൊടുക്കാൻ വേണ്ടിയിട്ട് അവരെല്ലാം ഡിവൈനിൽ പോട്ടെ, അതുപോലെ തന്നെ അണക്കര ഇങ്ങോട്ടെല്ലാം പറഞ്ഞു വിടുക, ഞങ്ങളുടെ കൺവെൻഷനുകൾ സംഘടിപ്പിക്കുക, ഇതെല്ലാം നമ്മൾ നടത്തി. അതുപോലെ തന്നെ ഒരുപാട് ഇപ്പോൾ ക്രിസ്ത്യൻ ധ്യാനകേന്ദ്രം വളരെ അടുത്താണ്. ഞാനിപ്പോൾ ഇതൊക്കെ ദൈവം നടത്തിപ്പായിട്ട് ഇവിടെ വന്ന് താമസിക്കാനുള്ള അവസരം തന്നു. അവരുമായിട്ട് യോജിച്ച് വട്ടായിലച്ചൻ്റെ ശുശ്രൂഷകളിൽ അതിലെല്ലാം പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ കൺവെൻഷനുകൾ സംഘടിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ നടന്നു പോകുന്ന ഒരു കാലങ്ങളിലോട്ട് നമ്മൾ ചിന്തിക്കുമ്പം ഇപ്പോഴും വളരെ സന്തോഷകരമായിട്ട് കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ മേഴ്സി തന്നെയാണെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് ശുശ്രൂഷയ്ക്കൊക്കെ പോകാനും ഇതിനെല്ലാം പങ്കെടുക്കാനുള്ള അവസരം അവരുടെ ആഗ്രഹം അനുസരിച്ച് എനിക്ക് നടക്കാനും സാധിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് ഒരു കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഒരു 10 കോടി രൂപയല്ല 50,000 കോടിയല്ല എത്ര കോടി രൂപ വന്നാലും എനിക്ക് ഒരിക്കലും ഈ മദ്യത്തിൻ്റെ ഈ കച്ചവടത്തിനോ അല്ലെങ്കിൽ മദ്യപാനം നടത്താനോ എനിക്ക് സാധ്യമല്ല. 19 വർഷമായി ഞാനിപ്പോൾ ഇത് ഇതിൽ നിന്ന് വിട്ടിട്ട് മദ്യക്കച്ചവടവും മദ്യപാനത്തിൽ നിന്നെല്ലാം വിട്ടിട്ട് ഇനി എനിക്ക് ഒരു ജന്മം തന്ന ഇത് തരുന്ന ദൈവത്തിൻ്റെ കൂടെ അല്ലാതെ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. അതാണ് എനിക്കുണ്ടായ ഒരു അനുഭവം. പിന്നെ എനിക്കൊരു ഇങ്ങനെ ആൾക്കാർ വന്ന് പറയുമ്പോഴൊക്കെ എനിക്ക് മനസ്സിലാകുമായിരുന്നു, ഞങ്ങൾ ഒരുപാട് നാളത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം മദ്യം നിർത്താനുള്ള ഒരവസരം ദൈവം തന്നാണ്.
ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് നിർത്താൻ പറ്റിയത്. അതുകൊണ്ട് ഇപ്പോൾ ആരുമെന്ന് പറഞ്ഞാലും ചോദിച്ചാൽ ഒരിക്കലും അതിലേക്ക് തിരിച്ചു പോവുകയല്ല അന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. പിന്നെ ഇപ്പം ചോദിച്ചാൽ മദ്യപാനികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളും പിന്നെ ബൈബിളിലുള്ള മദ്യപാനികൾക്ക് എതിരായിട്ടുള്ള ദൈവവചനങ്ങൾ ഒരുപാട് അതിൻ്റെ ഉള്ളത് ഇങ്ങനെ ദൈവം അടിച്ച് ചോദിച്ചാൽ ഒരുപാട് പേർക്ക് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പം ജീവിക്കുന്നത്. അപ്പോൾ അത് പറയുമ്പോൾ ഞങ്ങൾ അടുത്ത കാലത്തായിട്ട് ഞങ്ങളൊരു പുതിയ ഇതായിട്ട് ഞങ്ങളിപ്പോൾ ഈ മദ്യം നിർത്തിയ ഒരു 7 പേരുണ്ട്. അതിനകത്ത് നിങ്ങളറിയുന്ന ഔസേപ്പച്ചൻ പുതുമന, അതുപോലെ തന്നെ പോൾ കണിച്ചായി സീറ്റ്ലി, പിയാത്ത് മിഷൻ നടത്തുന്ന സീറ്റ്ലി, അതുപോലെ തന്നെ പോൾ കണിച്ചായി, പിന്നെ ഒരു ഔസേപ്പച്ചൻ ചെറുനിലം, അതുപോലെ ചാക്കോ മാത്തൂര്, അതുപോലെ ഉള്ള 7 പേര് കൂടി ഞങ്ങളൊരു എഫാത്ത എന്നുള്ള ഒരു സംഘടന ഞങ്ങൾ രൂപീകരിച്ചു. എന്നിട്ട് ഞങ്ങൾ അതിനുവേണ്ടി മാസത്തിലൊന്ന് എവിടെയെങ്കിലും കൂടി പ്രാർത്ഥിക്കും. അപ്പോൾ അതിനകത്ത് ഞങ്ങളൊരു മദ്യ ഉൽപ്പാദകർക്കും മദ്യ വ്യവസായികൾക്കും മദ്യം കൊടുക്കുന്ന തൊഴിലാളികൾക്കും അങ്ങനെ എല്ലാവരെയും സമർപ്പിച്ചൊരു പ്രാർത്ഥന അടിച്ചുണ്ടാക്കി അത് ഞങ്ങൾ എല്ലാ ധ്യാന സെൻറ്ററുകളിലും അതുപോലെ തന്നെ എല്ലാ കൺവെൻഷനുകളിലും ഈ വചനം അടിച്ചു കൊടുക്കുക. അതെനിക്കൊരു അനുഭവമൊക്കെ ഉണ്ടായി. ഞങ്ങൾ ഈ കഴിഞ്ഞൊരു കൊടമാളൂർ കൺവെൻഷൻ അനുഭവം ഉണ്ടായി. ഞങ്ങൾ ഈ വചനം അടിച്ചു കൊടുത്തിട്ട് അത് വീട്ടിൽ വെച്ച് പ്രാർത്ഥിച്ചിട്ട് ഒരുപാട് പേരുടെ കുടുംബങ്ങളിൽ നിന്ന് ഈ മദ്യപാനം എന്ന ആ ഒരു വിപത്തിനെ അവർക്ക് പ്രാർത്ഥിച്ച് ഒഴിവാക്കാൻ പറ്റി. അപ്പോൾ എൻ്റെ ഭാര്യ പ്രാർത്ഥിച്ച് എന്നെ ഇതിനകത്ത് കൊണ്ടുവന്നു പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കുടുംബങ്ങൾക്ക് സമാധാനം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ ലീഫ്ലെറ്റുകൾ ഒരുപാട് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഞങ്ങൾ ഈ കഴിഞ്ഞ സിനഡ് പാലായിൽ നടക്കുമ്പോൾ ഞങ്ങൾ ഈ 7 പേര് കൂടി ആ സിനഡിൽ ഞങ്ങൾ ബഹുമാനപ്പെട്ട പിതാക്കന്മാർക്കെല്ലാം വലിയൊരു മെമ്മോറാണ്ടം സമർപ്പിക്കുക. അത് പത്രത്തിലെല്ലാം അതിനെപ്പറ്റിയൊക്കെ വലിയ ചർച്ചകളൊക്കെ നടക്കുകയും ഇപ്പോൾ അതിനെ സംബന്ധിച്ച് വീടും സിനഡിലൊക്കെ വളരെ ശക്തമായ മൂവ്മെൻറ്റ് ഇപ്പോഴും നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഞങ്ങളുടെ ദൈവത്തിൻ്റെ ഒരു കരം അതിനകത്തില്ലെങ്കിൽ ഇതൊന്നും ഇത്രയും വിജയിപ്പിച്ച് നമുക്ക് കൊണ്ടുനടക്കാനും പറ്റില്ല. ഞങ്ങൾക്കതിൽ ഉറച്ചു നിൽക്കാനും പറ്റില്ല. കർത്താവിൻ്റെ കരുണയും സ്നേഹവും തലോടലും എല്ലാം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അതുപോലെ ഇനി ഇതുപോലെ തന്നെ പിന്നെ ആദ്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഈ മദ്യവ്യവസായം ചെയ്യുന്ന മദ്യത്തിന് താല്പര്യമുണ്ടാകുന്ന കുടുംബങ്ങളിൽ കൂടി ഈ വ്യാപാരം നടത്തി ഞങ്ങളുടെയൊക്കെ ഉൾപ്പെടെയുള്ള ഫാമിലികളിൽ കൂടി കണ്ണോടിക്കുമ്പം ഇത് 1 വർഷം ഈ പൈസ ഇരിക്കും, 2 വർഷം കഴിയുമ്പോൾ തിരിച്ചു പോകും. അത് കൂടുതൽ ഇതിന് ഒരാൾ ഈ പൈസ, അതായത് ഇത് നമുക്ക് അർഹിക്കാത്ത ഒരു മുതലാണ് ഈ കയ്യിൽ ഒരു വേർപ്പിൻ്റെ പണം ഇതിനകത്തില്ല. ഈ കിട്ടുന്ന പണം വെറുതെ ഒരു കീപ്പറായിട്ട് 2 കൊല്ലം 1 കൊല്ലം 3 കൊല്ലം ഇരുന്നതെല്ലാം തിരിച്ചു പോകുന്ന ഒരവസ്ഥയാണ് ഇന്ന് നമ്മൾ ഈ കുടുംബങ്ങളിൽ കൂടി കണ്ണോടിച്ചാൽ എല്ലാവർക്കും മനസ്സിലാകാവുന്നത്. ഒരുപാട് അനുഭവങ്ങൾ ഞങ്ങൾ ഈ 10-40 വർഷം കേരളം മുഴുവൻ നടന്നുകൊണ്ട് ഒരുപാട് കുടുംബങ്ങളിലെ ചരിത്രങ്ങളും എല്ലാം എനിക്കറിയാം. ഞങ്ങൾ തന്നെ അനുഭവിച്ച ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം എനിക്ക് തന്നെ അനുഭവമുള്ളതാണ്. അതാണ് എനിക്ക് പറയാനുള്ള. ഇത് ഒരു കാരണവശാലും ഈ വ്യവസായത്തിൽ ബന്ധപ്പെടുകയോ ആരും ഇതിനെ എൻകറേജ് ചെയ്യുകയോ ഇതിനൊരു നടക്കാനുള്ള ഒരു അവസരം അല്ലെങ്കിൽ ഇതിനോട് താല്പര്യം കാണിക്കരുതെന്ന് മാത്രമേ എനിക്ക് ഈ സമൂഹത്തോട് എനിക്ക് പറയാനുള്ളൂ. ജീവിതത്തിൽ നിന്നും മദ്യത്തെ പടിയിറക്കിയപ്പോൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതമായി തൻ്റെ ജീവിതം മാറിയതിൻ്റെ ചാരിതാർത്ഥ്യമാണ് ഇന്ന് ജോയിക്കുള്ളത്. തൻ്റെ കണ്ണുനീര് തോരാത്ത പ്രാർത്ഥനയുടെ ഫലം ജോയിയുടെ ജീവിതത്തിലൂടെ ദർശിക്കുന്ന ഭാര്യയും ഇതേ ദൈവാനുഗ്രഹത്തിൻ്റെ തണലിലാണ്. ഭൂതകാലത്തിൽ വന്നുപോയ പിഴകൾക്ക് പരിഹാരമായി ജീവിതം കൊണ്ട് ഇവർ പഠിപ്പിക്കുന്നു. ഒരിക്കൽ മദ്യം വിളമ്പിയിരുന്ന കൈകൾ കൊണ്ട് ഇന്ന് വചനം വിളമ്പുന്ന ഈ ജീവിതം ഇനിയും കൂടുതൽ ധന്യമാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവവചനം നിറഞ്ഞു തുളുമ്പുന്ന കൽഭരണിയായി, ഒരിക്കലും വറ്റാത്ത തെളിനീരുറവയായി ഈ ജീവിതം ഇനിയും അനേകരിലേക്ക് ഒഴുകിയിറങ്ങട്ടെ.